ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സിലബസിലുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് സെക്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ 3 മൊഡ്യൂൾ ആയിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ ഇന്ന് ആക്ച്വലി കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അപ്ലൈഡ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. ഒപ്റ്റിക്സ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒപ്റ്റിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണയായിട്ട് അറിയാം. ഒപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ കാഴ്ചയുമായിട്ട് റിലേറ്റ് ആയി കിടക്കുന്നതാണ് അല്ലേ. അപ്പൊ കാഴ്ചയായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണണമെങ്കിൽ വെളിച്ചം ഉണ്ടാവണം അല്ലെ പുറത്ത് സറൗണ്ടിങ്സിൽ. അപ്പൊ ആ ഒരു ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സ്റ്റഡി ഉണ്ട്. അപ്പം ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഇൻക്ലൂഡ്സ് ദി സ്റ്റഡി ഓഫ് ലൈറ്റ്, മെയിൻലി ലൈറ്റിനെ വെച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഒപ്റ്റിക്സിൽ നടത്തുന്നത്. ആൻഡ് ഓൾസോ ഈ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ടൈപ്പ് ഫിനോമിനാസ്, അതായത് ലൈറ്റില് ഇപ്പൊ നമ്മൾ ലൈറ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ എങ്ങനെ അതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒപ്റ്റിക്സിന്റെ ഫുൾ ഒരു ബ്രാഞ്ച് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു പോയിന്റ് മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഈ +2 കാലത്തിലൊക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഈ EM സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതിൽ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ഉണ്ട്. ആ വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ ആക്ച്വലി ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. വേണമെങ്കിൽ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ജസ്റ്റ് അത്രയും ഇവിടെ നമ്മുടെ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗാക്സു വിമിറ ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എങ്ങനെ നടക്കുന്നത്? ഗാമ റേസ്, എക്സ് റേസ്, UV റേസ്, ഈ VI എന്ന് പറയുന്നതാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ലൈറ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഓർക്കുക, ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിസിബിൾ ലൈറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈ മൈക്രോവേവ്സും റേഡിയോ വേവ്സും ആണ്. അപ്പൊ നമ്മുടെ മെയിൻ ഫോക്കസ് ഒപ്റ്റിക്സിൽ ഈ ഒരു ലൈറ്റിനോടാണ്. അങ്ങനെ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ലൈറ്റിനെ ഫോക്കസ്, അതിലെ വിസിബിൾ പോർഷനെ ഫോക്കസ് ചെയ്തിട്ട് അതിന് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ 3 ക്ലാസിഫിക്കേഷനിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് 3 കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. സിംപ്ലി പറഞ്ഞാൽ ഒപ്റ്റിക്സിന് 3 ഡിവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് +1 +2 കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളത് ഈ 2 റീജിയനാണ്, ഈ ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സും ഫിസിക്കൽ ഒപ്റ്റിക്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോമെട്രിക്കലിന് നിങ്ങൾ കൂടുതലും കേട്ടിട്ടുള്ള പേര് തന്നെ റേ ഒപ്റ്റിക്സ് എന്നായിരിക്കും. എന്താണ് റേ ഒപ്റ്റിക്സ്? ഫിസിക്കൽ ഒപ്റ്റിക്സിനെയാണ് നിങ്ങൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ റേ ഒപ്റ്റിക്സിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിനോമിനാസ് ആണ്. മെയിൻ ആയിട്ടും നമ്മൾ ഈ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ എല്ലാം നമ്മൾ ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന പോലെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സിൽ വരുന്നത്. അതായത് ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സിൽ നമ്മൾ ആ ഒരു ലൈറ്റിന്റെ ജിയോമെട്രിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന്റെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ നേച്ചർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒപ്റ്റിക്സ് അത്രയും പഠിക്കുന്നത്. അതേസമയം ഫിസിക്കൽ ഒപ്റ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ മാറിയിട്ട് ലൈറ്റിന് ഒരു വേവ് നേച്ചർ ഉണ്ടെന്ന രീതിക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വേവ് ഒപ്റ്റിക്സ് എന്നും പറയുന്നത്. ആ ഫിനോമിന ലൈറ്റിന്റെ വേവ് നേച്ചർ വെച്ചിട്ടുള്ള അതിന് കുറച്ച് ഫിനോമിനാസ് ഉണ്ടാകാറുണ്ട്, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. പക്ഷെ നമ്മൾ ആ ഡിവിഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന 3ാമത്തെ ഡിവിഷൻ ആണ് നമ്മുടെ ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ ക്വാണ്ടം ഒപ്റ്റിക്സിനകത്താണ് നമ്മുടെ ലേസേഴ്സും നോൺ ലീനിയർ എഫക്ട്സ്. നമ്മൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത്
ലേസറും അതിന്റെ ആപ്ലിക്കേഷനും. അപ്പൊ ലേസർ എവിടെ ഒപ്റ്റിക്സിനകത്ത് വരുന്നത്? ക്വാണ്ടം ഒപ്റ്റിക്സിനകത്താണ് വരുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റ് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ 3 ഒപ്റ്റിക്സ് എന്താണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. Geometrical optics or ray optics assume that light travels in straight lines. ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻസിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ള അസംഷനിലാണ് ഈ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് അതിന്റെ എല്ലാ തിയറീസും എല്ലാ ഫിനോമിനാസും ലൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ ഇതൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഈ ജോമെട്രിക്കൽ ഒപ്റ്റിക്സിലാണ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ സ്ട്രെയിറ്റ് ലൈൻ നേച്ചറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അത്രേ ഉള്ളൂ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സ്. നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, ജോമെട്രിയിലാണല്ലോ നമ്മൾ എപ്പോഴും ഈ ഷേപ്പും കാര്യങ്ങളൊക്കെ കൂടുതലും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇപ്പൊ ലൈറ്റ് ഒരു ലൈനായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ജോമെട്രിക്കൽ ഒപ്റ്റിക്സിൽ സ്ട്രെയിറ്റ് ലൈൻ നേച്ചറാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻ അല്ല ഒരു റേ എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ റേ ഒപ്റ്റിക്സ്, ആ പേര് നിങ്ങൾക്ക് തിരിഞ്ഞു പോയത് ഫിസിക്കൽ ഒപ്റ്റിക്സ് ആണ്, വേവ് ഒപ്റ്റിക്സ്. അപ്പൊ ജോമെട്രിക്കൽ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലും മറ്റേ വേവ് ഒപ്റ്റിക്സ് ആണെന്നുള്ളത് ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഫിസിക്കൽ ഒപ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് അതിന്റെ വേവ് നേച്ചർ, ലൈറ്റിന്റെ വേവ് നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ക്വാണ്ടം ഒപ്റ്റിക്സ് ആണ് നമ്മുടെ ഫോക്കസ് വരുന്നത്, ലേസർ ഒക്കെ വരുന്നത്. ഇവിടെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ്? നമ്മൾ ലൈറ്റിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ആണ്. അതായത് ലൈറ്റിനകത്ത് കുറെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലൈറ്റിനെ നമുക്ക് കുറെ ബണ്ടിൽസ് ഓഫ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാം, കോൾഡ് ഫോട്ടോൺസ്. ഫോട്ടോൺസ് എന്ന പേരുള്ള ബണ്ടിൽസ് ഓഫ് എനർജി ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോ ലൈറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അത് അടങ്ങിയിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം ഒപ്റ്റിക്സിന്റെ രീതിയിൽ നോക്കുമ്പോൾ അതിൽ ഫോട്ടോൺസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോട്ടോൺസ്. നിങ്ങൾ വാക്ക് തെറ്റിപ്പോയത് ഫോട്ടോൺസ് എന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പം കെമിസ്ട്രിയിലൊക്കെ പ്രോട്ടോൺസ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഫോണോൺസ് എന്നൊരു വാക്കുണ്ട്. ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ തരാം. അപ്പൊ ഫോട്ടോൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ഫോട്ടോൺസ് ആണ്. അപ്പൊ അതിനകത്ത് ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സോഴ്സ്, ലൈറ്റ് എനർജി ആണല്ലേ. അപ്പൊ ആ എനർജി അതിനകത്ത് ഇങ്ങനെ ബണ്ടിൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ബണ്ടിലിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർക്കേണ്ട, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സൈഡ് ഉണ്ട്. നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടായി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ, പോളി എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കുറച്ച് ക്വാണ്ടം മെക്കാനിക്സ് എന്നിട്ട് ആ കെമിസ്ട്രി സൈഡിലോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഈ ഫിസിക്സിലും ആപ്ലിക്കബിൾ ആയിട്ടിരുന്ന കുറെ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങളുണ്ട്, ലോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒപ്റ്റിക്സിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കത് പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്വാണ്ടം ഒപ്റ്റിക്സ് എന്തിനെയൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള. ലൈറ്റിന്റെ ഈ ഫോട്ടോൺസ് അടങ്ങിയിട്ടുള്ള ഒരു സ്വഭാവവും പിന്നെ ഈ ക്വാണ്ടം മെക്കാനിക്സിലെ കുറെ ലോസ് ഉണ്ട്, അതും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ തന്നെ നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, നമ്മുടെ അപ്ലൈഡ് ഒപ്റ്റിക്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കുന്നത് നമ്മുടെ മേജർ ടോപ്പിക് ആയ ലേസർ ആണ്. ലേസർ എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ലേസറിന്റെ എക്സ്പാൻഷൻ വെച്ചിട്ടാണ്. ലേസറിന്റെ അക്രോണിം എന്തെന്നാണ് നമുക്ക് ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഈ പേര് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാതെ തന്നെ പഠിക്കുക. ചിലപ്പോൾ ഇതൊരു MCQ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ലേസറിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. നമ്മൾ ഇനിയിൽ കുറച്ച് കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഈ ലേസർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഈ ഇതിന്റെ പേരിലും പറഞ്ഞിരിക്കുന്നത്. അതായത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ. നമുക്കിപ്പോ ആംപ്ലിഫിക്കേഷൻ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിന് കൂട്ടുക, അതിന്റെ അളവിനെ കൂട്ടുക എന്നുള്ളതാണ് ആംപ്ലിഫിക്കേഷൻ എന്ന വാക്കിന്റെ മീനിങ്. ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ വലുതായി കേൾക്കുക. അല്ലെങ്കിൽ ഇപ്പൊ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നത് സൗണ്ടിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂട്ടുന്നില്ല, ആ ഒരു സൗണ്ടിന്റെ ആ ഒരു വോള്യൂം ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ പറയാം. അപ്പൊ സെയിം സംഭവമാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ഇൻസിഡന്റ് ആയിട്ട് കൊടുക്കുന്ന കുറച്ച് ലൈറ്റ് ഉണ്ടാവും, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് കാണിക്കുകയാണ് ഈ ലേസറിൽ മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു ഫിനോമിന എന്ന് പറയുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ് നടക്കുന്നത്, ഈ ലൈറ്റിനെ എങ്ങനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സാണ് അവിടെ ഫോളോ ചെയ്യുന്നത്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പൊ എമിഷൻ ഓഫ് റേഡിയേഷൻ, റേഡിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്താണ് റേഡിയേഷൻ. ഒരു എനർജിയുടെ ഫോം ആണ് അല്ലെ, ഒരു ഫോം ഓഫ് എനർജി ദാറ്റ് മാറ്റർ emits as waves or particles.
ഈ ഒരു മീനിങ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ മുന്നേ ഈ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ക്വാണ്ടം ഒപ്റ്റിക്സിൽ വന്നപ്പോഴത്തേക്കും ലൈറ്റില് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ റേഡിയേഷനും മാറ്ററിനും ഡുവൽ നേച്ചറിനും, അതായത് പാർട്ടിക്കിൾ ആയിട്ടും അതിന് എക്സിസ്റ്റ് ചെയ്യാം, ഈ വേവ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളും ഇതിന്റെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഇതും ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം ആ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ലേസറിന്റെ പ്രിൻസിപ്പിളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ റേഡിയേഷൻ, നിങ്ങൾ എപ്പോൾ റേഡിയേഷൻ കണ്ടാലും റേഡിയേഷന്റെ ഡുവൽ നേച്ചർ ആലോചിക്കുക. ലേസറിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ, റേഡിയേഷൻ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അതൊരു ഫോം ഓഫ് എനർജിയാണ്. അത് എങ്ങനെയൊക്കെയാണ്, അതൊരു മാറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ആറ്റംസും മോളിക്യൂൾസും അടങ്ങിയിട്ടുള്ള ഏതൊരു വസ്തുവിനെ നമ്മൾ മാറ്റർ എന്ന് പറയും. അപ്പോൾ മാറ്റർ എന്ത് ചെയ്യുന്നു, ഒരു എനർജി റിലീസ് ചെയ്യുന്നു. ഒന്നുമില്ലത് വേവിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ്. അപ്പൊ വേവ് ആയിട്ടാണോ പാർട്ടിക്കിൾ ആയിട്ടാണോ എമിറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മാറ്റർ ഇങ്ങനെ എനർജി റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്താണ് നമ്മൾ ഇവിടെ ലേസർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് ആംപ്ലിഫൈ ആയിട്ട് കിട്ടും. ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്, അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ആ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇനി വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിമുലൈ കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റേഡിയേഷൻ, ഈ മാറ്ററിൽ നിന്ന് നമ്മൾ വേവ്സോ പാർട്ടിക്കിൾസിനെയോ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു ഇപ്പോഴത്തെ ആ ഒരു ആക്രോണിമിന്റെ, ഈ ഒരു ഫുൾ ഫോമിന്റെ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ലേസറിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അതിന്റെ ഹോൾ പ്രോസസ്സും സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള പേരാണ് ആ ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറെ കാര്യങ്ങൾ, ഈ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, റേഡിയേഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. കൺഫ്യൂസ്ഡ് ആകരുത്, കാരണം ഇതിനെ കുഴപ്പിക്കാനുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് പല രീതിയിൽ നിങ്ങൾക്ക് തരും. സോ കറക്റ്റ് ആയിട്ട് ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓക്കെ, ഇത് പ്രൊപ്പോസ് ചെയ്തത്, ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. അപ്പൊ ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രൊപ്പോസ് ചെയ്തത് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് കടക്കേണ്ടത് ഫസ്റ്റ് ലേസറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോ ലേസറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഓപ്ഷൻസ് തരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. അപ്പൊ അത് വരാതിരിക്കാനാണ് ഈ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഈ ലേസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം, എന്നിട്ട് അതിൽ ഹൈ ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തരാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാം ഹൈ ആണ്. നമ്മുടെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഇവിടെ ലേസറിന്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹൈ മോണോക്രോമാസിറ്റി. അപ്പൊ മോണോക്രോം എന്ന് പറയുമ്പോൾ എന്താണ്, ഒറ്റ കളർ, ഒരു നിറം. മോണോ എന്ന് പറയുമ്പോൾ സിംഗിൾ എന്ന മീനിങ്. അപ്പോൾ മോണോക്രോമാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ കളർ എന്നൊരു മീനിങ് ആണ്. അപ്പൊ ഹൈ ക്രോമാസിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദ പ്രോപ്പർട്ടി ഓഫ് എക്സിബിറ്റിംഗ് എ സിംഗിൾ വേവ് ലെങ്ത് ബൈ ലൈറ്റ്. നമുക്കറിയാം ലേസർ ലൈറ്റ് തന്നെയാണ് അല്ലെ, പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ലൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും പല വേവ് ലെങ്ത്തിൽ അടങ്ങിയിട്ടുള്ള റേസ് ഉണ്ട്, പല വേവ് ലെങ്ത്തുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ലൈറ്റിനെ ഇപ്പം പ്രിസത്തിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്നോട് ഒരു ഇമേജ് കാണിച്ചു തരാം. നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. ലൈറ്റിനെ പ്രിസത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് വേവ് ലെങ്ത് ആയിട്ടുള്ള റേഡിയേഷൻസ് ആ ലൈറ്റ് എല്ലാം സ്പ്ലിറ്റ് ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ റെയിൻബോ കളർ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്, കണ്ടോ? അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഇത് മൾട്ടി കളേർഡ് ആണ്. ഈ നമ്മുടെ വൈറ്റ് ലൈറ്റിന് എന്ന് പറയുന്നത് ഒത്തിരി കളേഴ്സ് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ലേസറിന്റെ കേസ് വരുമ്പോൾ എന്താണ്, അങ്ങനെയല്ല. ഇതിനെന്താണ്, ഒറ്റ ലൈറ്റേ ഉള്ളൂ, ഒറ്റ വേവ് ലെങ്ത് ഉണ്ടാവുള്ളൂ. സോ ദ പ്രോപ്പർട്ടി ഓഫ് എക്സിബിറ്റിംഗ് എ സിംഗിൾ വേവ് ലെങ്ത് ബൈ ലൈറ്റ്. അപ്പൊ ലൈറ്റിന്റെ ഒറ്റ വേവ് ലെങ്ത് മാത്രമായിരിക്കും നമ്മുടെ ലേസറിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അത് മോണോക്രോമാസിറ്റി ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഹൈ മോണോക്രോമാസിറ്റി എന്ന് പറയുമ്പോൾ വേറെ കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഹൈലി ഒറ്റ വേവ് ലെങ്ത്, മാക്സിമം ഒറ്റ വേവ് ലെങ്ത് മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, ലേസറിൽ ഉണ്ടാകത്തുള്ളൂ. When it is sent through a prism, a single line will appear in the spectrum. ഇപ്പൊ കാണിച്ച ഇമേജിൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ 7 നിറങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുന്നതാണ്. പക്ഷെ നമ്മൾ ലേസറിനെ പ്രിസത്തിൽ കൂടെ കടത്തി വിട്ടാൽ ഒറ്റ ലൈൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കാരണം അതിൽ ഒറ്റ വേവ് ലെങ്ത് ഉണ്ടാകത്തുള്ളൂ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് പോയിന്റ്, ഹൈ ഡയറക്ഷനാലിറ്റി. ഹൈ ഡയറക്ഷനാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഡൈവേർജൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ഷനാലിറ്റി ഓർ divergence.
അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്, പക്ഷെ അധികം സ്പ്രെഡ് ആയി പോകത്തില്ല. നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഇവിടെ ഈ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മളൊരു സാധാ ടോർച്ച് ലൈറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ സാധാ ഒരു ടോർച്ച് ലൈറ്റ് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ എന്ത് ഒരു വലിയൊരു ഏരിയയിൽ ആ ലൈറ്റ് ചെന്ന് വീടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. പക്ഷെ ലേസറിന്റെ കേസ് ആണെങ്കിലോ അത് നേരെ തിരിച്ചാണ്. ഇപ്പൊ ഡയറക്ഷനാലിറ്റി ഹൈ ആണ് ഇവിടെ. ഡയറക്ഷനാലിറ്റി ഹൈ എന്ന് പറയുമ്പോൾ അത് അധികം ഏരിയയിലോട്ട് സ്പ്രെഡായി പോകില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആംഗുലർ സ്പ്രെഡ് എന്ന് പറയുന്നത് കുറവാണ്. ആംഗുലർ സ്പ്രെഡ് ഈസ് ലെസ്. അതുകൊണ്ട് കുറച്ച് ഏരിയയെ അത് കവർ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഗണ്ണൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒരു ലേസർ ചെന്നിട്ട് ആ ടാർഗറ്റിന്റെ അവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്യുന്നത് കാണും. അത് ലേസർ ആണ്. ആ ലേസർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു റീജിയനിൽ മാത്രം ഭയങ്കര ഇന്റൻസീവ് ഒരു റെഡ് കളറിൽ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒറ്റ പോയിന്റിൽ കാണിക്കുന്നതാണ്. അത് വേറെ ഏരിയയിൽ ഒന്നും കാണത്തില്ല. ആ ഒരു പോയിന്റിൽ മാത്രം എന്ത് ചെയ്യും ഫോക്കസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടാണ് ആ ലൈറ്റിന്റെ ആ ലേസറിന്റെ ഡയറക്ഷനാലിറ്റി പ്രോപ്പർട്ടി കാരണമാണ് അങ്ങനെ വരുന്നത്. സോ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഹൈ ഡയറക്ഷനാലിറ്റി ആണ്, സ്പ്രെഡ് ചെയ്യുന്നത് പോകുന്നത് കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഏരിയ അത് ഒക്കുപ്പൈ ചെയ്യത്തുള്ളൂ. സോ കുറച്ച് സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ ഡയറക്ഷനാലിറ്റി കൂടുതൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ അധികം അത് ഡൈവേർജ് പോകുന്നില്ല. ഡയറക്ഷനാലിറ്റി കൂടുതൽ എന്ന് പറയുമ്പോൾ ഏരിയ അത് ഒക്കുപ്പൈ ചെയ്യുന്നത് കുറവായിരിക്കും. ഓക്കെ, ഈ ഡയറക്ഷനാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായിരുന്നു? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പോയിന്റോ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും പോയിന്റോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.